الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله والرسول فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലെ വിവാഹത്തെ സംബന്ധിച്ച് 2 ഖുതുബകൾ നമ്മൾ നടത്തിയിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വിവാഹ ആലോചനയും വിവാഹ ദിവസവും അതിൽ വരുന്ന അനാചാരങ്ങളും സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ആ രംഗത്തെ തിന്മയും സ്ത്രീധനമെന്ന് പറയുന്ന അനിസ്ലാമികമായ ദുർബോധത്തെ സംബന്ധിച്ചും നമ്മൾ അന്ന് ഗൗരവമായി സൂചിപ്പിച്ചിരുന്നു. ഏറെക്കുറെ എല്ലാ ആളുകളുടെ മനസ്സിലും ശരിക്കും ഒരു ചിന്തയായി കടന്നു ചെന്നിട്ടുള്ള ഒരു സംഗതിയായിരുന്നു അത് എന്നും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. തുടർന്ന് വരുന്ന ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. വിവാഹം വരെയുള്ള, കല്യാണ സദസ്സ് വരെയുള്ള, നിക്കാഹ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. പലപ്പോഴും ഗൗരവമായി നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ, ഓരോ വിഷയത്തെയും നല്ല രൂപത്തിൽ സമീപിക്കാത്തത് കൊണ്ട് തന്നെ ധാരാളം പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ട്. ശ്രദ്ധിച്ചാൽ, വളരെ നന്നായി ശ്രദ്ധിച്ചാൽ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, വൈദ്യുത ബില്ല് വരാറുണ്ട് നമുക്ക്. ആ ബില്ലടക്കേണ്ട ഫൈനില്ലാത്ത ഡേറ്റ് അതിൽ കൃത്യമായി രേഖപ്പെടുത്തും. ഫൈനോട് ഡേറ്റും രേഖപ്പെടുത്താറുണ്ട്. എന്നിട്ടും അടച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും വൈദ്യുതി കട്ടാക്കുന്ന
സ്വഭാവം ഇന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായി ബില്ല് വരുന്ന ആ ദിവസമോ അതിൻ്റെ തൊട്ടടുത്ത ദിവസമോ നമ്മൾ കൊണ്ടുപോയി ബില്ലടച്ചാൽ ഫൈന് വരാതെ, ഒരു മാസം ചെറിയൊരു ഫൈനാണെങ്കിൽ അത് 12 മാസം കൂടുമ്പോൾ നല്ലൊരു സംഖ്യ വരും. ഏത് കാര്യവും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നാം സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ പലതും ഫൈനായി അവസാനിക്കാറുണ്ട്. പല കാര്യങ്ങളും കൃത്യമായി ചെയ്യാത്തതിൻ്റെ പേരിൽ പല ദുരന്തങ്ങളും നമ്മൾ അനുഭവിക്കാറുമുണ്ട്. സ്വാഭാവികമായി ഒന്ന് ശ്രദ്ധിച്ചാൽ, ഗൗരവമായി ഒന്ന് കണ്ടാൽ, പ്ലാനായി ഒന്ന് മുന്നോട്ട് നീങ്ങിയാൽ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ദാമ്പത്യ ജീവിതം എന്നതൊരു കലയാണ്. ഒരു സമൂഹം എന്ന് പറയുന്നത് കുറേ കുടുംബങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചെറിയ യൂണിറ്റാണ് കുടുംബം എന്ന് പറയാം. ആ മലയാള പദത്തിന്റെ അർത്ഥം തന്നെ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ്. കൂടുമ്പോൾ ഇമ്പമുള്ള ഒന്ന്. ഇന്നലകളിൽ വരെ മറ്റൊരു ചുറ്റുപാടിൽ ജീവിച്ച ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി, അതുപോലെ മറ്റൊരു കുടുംബത്തിലെ ചെറുപ്പക്കാരൻ, ഇവരൊന്നാവുകയാണ്. ഒരേ ആത്മാവുകളായി മുന്നോട്ട്, ഒരേ ആത്മാവിന്റെ ഭാഗമായി മുന്നോട്ട് നീങ്ങുകയാണ്. അതിന്റെ ആരംഭം കുറിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വരെ ഒരു പിതാവിന്റെ മാതാവിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞ സംസ്കാര സമ്പന്നയായി വളരേണ്ട ഒരു പെൺകുട്ടി, ആ മാതാവും ആ പിതാവും അവൾക്ക് എങ്ങനെ സംസ്കാരം പകർന്നുവോ ആ സംസ്കാരമാണ് അവളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ആധാരമായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിസ്സാരമായ ശ്രദ്ധക്കുറവുകൾ വലിയ ബാധ്യതകളായി പിന്നീട് നമുക്ക് തോന്നുന്ന പലതുമുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ. മക്കൾക്ക് സംസ്കാരം നൽകുന്നിടത്ത് അത് കുഞ്ഞുനാളിലെ ഒരു പിതാവിന്റെ ശ്രദ്ധയിലാണ് ഒരു പെൺകുട്ടി. കാരണം ഒരു പെൺകുട്ടിയാണെങ്കിൽ തീർച്ചയായും അത് മറ്റൊരു കുടുംബത്തിലേക്ക് ചെന്നു ചേരേണ്ടതാണ്. മറ്റൊരു കുടുംബത്തിലേക്ക് ചെന്നു ചേരേണ്ട ഇസ്ലാമിന്റെ നിയമം അതാണ്. ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളിലും ഖുർആനിക വചനങ്ങളിലും ഹദീസിന്റെ വചനങ്ങളിലും സലഫുസാലികളുടെ ഉപദേശ നിർദ്ദേശങ്ങളിലും ഒരു പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുപോകേണ്ടവളാണ്. ഒരിക്കലും നമ്മുടെ കേരളത്തിലെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്ന പുരുഷനെ സ്ത്രീയുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന സമ്പ്രദായം ഇസ്ലാമികമല്ല, അത് അനിസ്ലാമികമാണ്. അതിന് എന്ത് ന്യായീകരണങ്ങൾ മനുഷ്യർ പറഞ്ഞാലും ഇസ്ലാമിൽ അതിന് ന്യായീകരണങ്ങളില്ല. ഇസ്ലാം പഠിപ്പിച്ച വിവാഹം പുരുഷന്റെ വീട്ടിലേക്ക് സ്ത്രീയെ കല്യാണം കഴിച്ചു കൊണ്ടുപോവുകയാണ്. ചരിത്രത്താളുകളിൽ നിങ്ങൾ പരിശോധിച്ചോ, ഏത് സലഫുസാലികളുടെ ആ കാലഘട്ടത്തിലെ ഏത് വിവാഹ രംഗവും നിങ്ങൾ പരിശോധിച്ചോ, തീർച്ചയായും ഒരു പെൺകുട്ടിയെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോവുക എന്ന സമ്പ്രദായമാണ് ഇസ്ലാമിക സമ്പ്രദായം എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ പ്രവാചകന്മാരുടെ കാലഘട്ടം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം, ഒരു പെൺകുട്ടിയുടെ ക്വാളിറ്റി, ഒരു പെൺകുട്ടി മറ്റൊരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, പുതിയ ഒരു നദി ഒഴുകി സമുദ്രത്തിലേക്ക് ചേരുമ്പോഴുണ്ടാകുന്ന ചില്ലറ പ്രശ്നങ്ങൾ, കൈവഴികളായി ഒഴുകി വന്ന് മറ്റൊന്നിലേക്ക് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൂടിക്കലരലിനുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ, അതെല്ലാം ഉണ്ടാകുന്നത് മനുഷ്യരെന്ന് പറയുന്ന ഈ സാമൂഹിക ജീവി എന്ന് പറയുന്ന ഈ മഹാസംവിധാനം, ജന്തുക്കളെ പോലെ മനുഷ്യരെ പോലെ തന്നെ സമൂഹമായി ജീവിക്കുന്ന ഇതര ജീവജാലങ്ങളുണ്ട്. ഖുർആൻ ആ കാര്യത്തിലേക്ക് വെളിച്ചം വീശിയിട്ടുണ്ട്. പക്ഷികൾ, അതുപോലെ പിന്നെ ഉറുമ്പുകൾ തുടങ്ങിയിട്ടുള്ള ജീവികളെ നിങ്ങളെപ്പോലെയുള്ള സമൂഹമല്ലാതെ ഇല്ല എന്ന് പറയുന്നുണ്ട്. സാമൂഹിക ജീവിയായ മനുഷ്യനെ വളരെ ഗൗരവമായി കാണേണ്ട ഒരു മകളുടെ വിവാഹം ആലോചന വരുമ്പോൾ തന്നെ മകളെക്കുറിച്ചുള്ള, പൊതുവെ മകളെക്കുറിച്ച് ഏറ്റവും അറിയാവുന്നത് മാതാവിനാണ്, പിന്നെ പിതാവിനാണ്. അപ്പൊ ആ മകൾ മറ്റൊരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പാലിക്കേണ്ട മര്യാദകൾ, അല്ലെങ്കിൽ മകളിൽ ഉണ്ടായ ചില ദൂഷ്യങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴും പ്രകടമാകുന്ന ചില ദൂഷ്യങ്ങൾ, അല്ലെങ്കിൽ കൊള്ളരുതായ്മകൾ അറിയാവുന്ന മാതാവ് അതിനാണ് ഇമ്പോർട്ടന്റ് നൽകേണ്ടത്. മകളെ ധരിപ്പിക്കേണ്ട ആഭരണം ഏറ്റവും മോഡേൺ ആകണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അതുപോലെ ധരിക്കുന്ന ഡ്രസ്സ് വളരെ മനോഹരമായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, വളരെ ആർഭാടപൂർണമായിരിക്കണം കല്യാണം
എന്ന് ആലോചിക്കുന്നവർ പലപ്പോഴും ചിന്തിക്കാറില്ല, ദീർഘവീക്ഷണത്തോടെ കാണാറില്ല. എന്ത് ഈ മകൾ നീണ്ട ഒരു കാലയളവ്, ഇതൊരു ബന്ധമാണ്, തൽക്കാലം ഒഴിഞ്ഞു പോകുന്ന ഒന്നല്ല, അല്ലെങ്കിൽ നമുക്ക് മടുത്തു തോന്നും ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. മറിച്ച് അതിന് ചില നിയമങ്ങളുണ്ട്, ഇസ്ലാമിൽ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായ ഒരു യൂണിറ്റ് ആരംഭിക്കുകയാണ്. ആ ആരംഭിക്കുമ്പോൾ മകൾക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ, ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവൾക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പിതാവ് മകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം സംസ്കാരമാണ് എന്നാണ്. ഒരു പെൺകുട്ടിക്ക് ലഭിക്കേണ്ട സംസ്കാരമാണ്. നമ്മൾ വിവാഹിതരാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊരു വിവാഹം, നമ്മുടെ സഹോദരിയുടെ അല്ലെങ്കിൽ നമ്മുടെ മകളുടെ, അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ആ പെൺകുട്ടിയോട് നമുക്ക് നൽകാനുള്ള, മഹാനായ പ്രവാചകന്റെ സഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹിന്റെ അനുചരന്മാർ അവരുടെ കുടുംബത്തിൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ ശീലിക്കേണ്ട, അങ്ങനെയാണ് ഹദീസിലുള്ളത്, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താ വാചകം? ഭർത്താവ് ഇങ്ങോട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ ശീലിക്കേണ്ട മര്യാദയല്ല, മറിച്ച് പെൺകുട്ടിയെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ പെൺകുട്ടി ശീലിക്കേണ്ട മര്യാദ, സ്വഭാവം, സംസ്കാരം, അതിനെ സംബന്ധിച്ച് സഹാബികൾ ഉപദേശിക്കാറുണ്ടായിരുന്നു, എല്ലാ സഹാബികളും എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുന്ന നമ്മുടെ മകൾ, നമ്മുടെ സഹോദരി, അവരോട് നമുക്ക് പറയാനുള്ളത്, അല്ലെ അവരെ നമുക്ക് പഠിപ്പിക്കാനുള്ളത്, ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്? എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഇന്ന് ഏറെക്കുറെ കുടുംബരംഗം വളരെ വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു കാലം. എല്ലാം യാന്ത്രികമാണ്. TV സീരിയലുകളിലും സിനിമകളിലും കാണുന്ന യാന്ത്രികത എല്ലാ കാര്യത്തിലുണ്ട്. ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും, ഇബാദത്തുകളിലുണ്ട്, ആരാധനകളിലുണ്ട്, പ്രസംഗങ്ങളിലുണ്ട്, ജീവിത രീതികളുണ്ട്, നിലവാരങ്ങളിലുണ്ട്. എല്ലാം അങ്ങനെയായി തീർന്നിരിക്കും. ഒരുതരം ഭോഗപരതയുടെ, അതല്ലെങ്കിൽ പ്രമത്തതയുടെ, ഭൗതിക പ്രമത്തതയുടെ പുറത്താണ് എല്ലാ ജീവിതത്തെയും നമ്മൾ നോക്കിക്കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാമികമായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കുന്നതിന്റെ മുമ്പ്, കല്യാണ ആലോചന വന്നപ്പോൾ തന്നെ മകൾക്ക് ആ പിതാവ് നൽകുന്ന ഉപദേശം ചരിത്രത്തിലെ സലഫുസാലികളുടെ ജീവിതത്തിലെ മനോഹരമായ ലിഖിതങ്ങളിൽ അത് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. പൊന്നുമോളെ, നീ ഒരു പുതിയ കുടുംബത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. മോളെ, ഇവിടെ മകനോട് ഇങ്ങോട്ട് പറയല്ല, നീ ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോകാന്നല്ല. മകളെ, നിന്നെ ഒരു പുതിയ വീട്ടിലേക്ക്, നിന്റെ ചുറ്റുപാടുകൾ, നിന്റെ അന്തരീക്ഷം, ഇന്നലെ വരെ നീ പരിചിതമായ ഒരു ചുറ്റുപാട്, അവിടെ അദ്ദേഹം പറയുന്നത് വളരെ മഹത്തായ ഉപദേശമാണ്. നീ കോപാകുലയായി സംസാരിക്കരുത്, കാരണം കോപം തലാഖിന്റെ താക്കോലാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക്, ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മോളെ, നീ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കോപിക്കരുത്, കാരണം കോപം ത്വലാഖിന്റെ താക്കോലാണ് എന്ന്. എത്ര മനോഹരമായിരുന്നു സഹാബത്തിന്റെ സംസാരം, എത്ര സാഹിത്യപൂർണമായിരുന്നു അവരുടെ ജീവിത വീക്ഷണം എന്ന് ആലോചിച്ചു നോക്കൂ. മോളെ, നീ കോപിക്കരുത്, കോപം ത്വലാഖിന്റെ താക്കോലാൽ. എത്ര മനോഹരമായ വാക്കാണത്. അനാവശ്യമായി സ്ത്രീകളുടെ കോപം, അത് ഇവളുമായി ഇനി ജീവിക്കേണ്ടതില്ല എന്ന് ഭർത്താവിന് തോന്നുന്നിടത്തേക്ക് ആ കാര്യം എത്തിക്കും. അതുകൊണ്ട് മോളെ, കോപത്തെ നീ ശ്രദ്ധിക്കണം എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു ആദ്യമായി മകളെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി പറയുന്നത്, പരികൾ അധികരിപ്പിക്കരുത്, അത് നിന്നിൽ ഭർത്താവിന് അസംതൃപ്തി ഉണ്ടാക്കും എന്ന്. ഞാൻ ആലോചിക്കുന്നത്, ഇസ്ലാം ബന്ധങ്ങൾക്ക് വളരെയേറെ മഹത്വങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം ഈജിപ്തിൽ നിന്ന് മകനെ കാണാൻ വേണ്ടി മക്കത്ത് വരുന്ന 2-3 രംഗങ്ങൾ ഹദീസുകളിൽ, ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 2-3 തവണ ഈജിപ്തിൽ നിന്ന് മകനെ കാണാൻ വേണ്ടിയിട്ട് മക്കത്തേക്ക് വരിക. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കത്തായിരുന്നു താമസിച്ചിരുന്നത്, അറിയാലോ. അപ്പൊ അങ്ങനെ താമസിച്ചിരുന്ന മകനെ കാണാൻ വേണ്ടിയിട്ട് 2-3 തവണ വരും. അതിലൊരു തവണ വന്നു. അപ്പോ വീട്ടിൽ വന്നപ്പോൾ മകനുണ്ടായിരുന്നില്ല, മരുമകളാണ് ഉണ്ടായിരുന്നത്. മരുമകൾക്ക് സ്വന്തം മകനെ സംബന്ധിച്ച് പരാതിയല്ലാതെ ഒന്നും പറയാനില്ല, നല്ലതായ ഒന്നും പറയാനില്ല. ഒരു പ്രവാചകനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കണം. എല്ലാറ്റിനും അവൾക്ക് പരാതിയൻ, വേവലാതിയൻ, ഇല്ലായ്മകളാണ് അവൾ പറയുന്നത്, ഇല്ലായ്മകൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോകുമ്പോ മരുമകളോട് പറഞ്ഞു,
ബാപ്പ വന്നിരുന്നു എന്ന് മകനോട് പറയണം, നിന്റെ ഭർത്താവിനോട് പറയണം, ഇസ്മായിലിനോട് പറയണം. ഉമ്മറപ്പടി മാറ്റിവെക്കാനും പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. ബാപ്പ വന്നിരുന്നു എന്നും പറയണം, ഉമ്മറപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നും പറയണം. വീടിന്റെ ഉമ്മറപ്പടിയാണ് ഭാര്യ എന്നർത്ഥം, അതിനെ മാറ്റാനാ പറയുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വന്നപ്പോ ഇസ്മായിൽ നബിയോട് ഭാര്യ പറഞ്ഞു, എന്ത്? ബാപ്പ വന്നിരുന്നു എന്ന് പറയാനും പറഞ്ഞിട്ടുണ്ട്, ഉമ്മറപ്പടി മാറ്റിവെക്കാനും പറഞ്ഞിട്ടുണ്ട്. എടി, ആ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? നിന്നെ തലാക്ക് ചെല്ലാനാണ് ബാപ്പ പറഞ്ഞത്. അപ്പോ ഗൗരവമായ ഒരു സ്ത്രീ ആലോചിക്കേണ്ടത് വളരെ ഗൗരവമായ, പലപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ച് ഞാൻ തന്നെ പറഞ്ഞാൽ അധികമായി പോവും. പുരുഷന്മാരെ സംബന്ധിച്ച് പുരുഷന്മാര് പറയുമ്പോൾ അത് പക്ഷപാതപരമാണോ സ്ത്രീകൾക്ക് തോന്നും. നിങ്ങൾ പഠിച്ചു നോക്കുക, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ എല്ലാ രംഗത്തും ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രതിസന്ധികളുടെ നടുവിലാണ് അവർ ജീവിക്കുക. ഓഫീസിലെ അവസ്ഥ, അതുപോലെ സമൂഹമായി ബന്ധപ്പെടുമ്പോൾ അവസ്ഥ, യാത്രക്കിടയിൽ ഉണ്ടായ അനുഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങളിൽ ഒരു പുരുഷൻ ഒരു കുടുംബമാകുമ്പോൾ ബാപ്പ, ഉമ്മ, സഹോദരങ്ങൾ, മറ്റുള്ള ആളുകൾ, അതുപോലെ ഭാര്യ, മക്കൾ, പിന്നെ കുടുംബക്കാർ, അടുത്ത സഹപ്രവർത്തകർ, താൻ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുടെ നടുവിലാണ് ഒരു പുരുഷൻ ജീവിക്കുക. അപ്പൊ അതിനിടയിൽ എന്തിനെങ്കിലുമൊക്കെ ചില ന്യൂനതകൾ ഉണ്ടാവുക സ്വാഭാവികം. അപ്പൊ അതെല്ലാം പരാതിയായി മാത്രം കാണുകയും അതിനെയെല്ലാം പരാതിയായി പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭർത്താവിന്റെ മനസ്സിലെ അസ്വസ്ഥതകൾ അതൊരു സ്ത്രീ മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പൊ മഹാനായ പ്രവാചകന്റെ ശിഷ്യൻ അബ്ദുല്ലാഹിബ്നു ജഅഫറിന്റെ ഉപദേശങ്ങളിൽ സുപ്രധാനമായി സ്ഥാനം പിടിച്ചൊന്നിതാണ്, നീ കോപാകുലയാകരുത്, അത് ത്വലാഖിന്റെ താക്കോലാണ്. നമുക്ക് ഉപദേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ? നമ്മുടെ ഒരുപാട് ആളുകൾ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തല്ലോ. നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന പിതാക്കന്മാരിൽ ഒരുപാട് ആളുകൾ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തല്ലോ. നിങ്ങൾ ഓർത്തു നോക്കൂ, മകൾക്ക് നിങ്ങൾ നൽകിയ ഏറ്റവും സുപ്രധാനമായ ഉപദേശം എന്തായിരുന്നു? വട്ടപൂജയായിരിക്കും മിക്ക രക്ഷിതാക്കളും. നേരെ മറിച്ച് മകളെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്, ഏറ്റവും അറിയപ്പെട്ട ടെക്സ്റ്റൈൽസിൽ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. മോളെ, ഈ ഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടോ, നിനക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തോ എന്ന് ബാപ്പ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആഭരണങ്ങൾ ഏറ്റവും നല്ല ജ്വല്ലറിയിൽ ചെന്നിട്ടുണ്ട്, നല്ല ആഭരണങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലേ? ചില ആളുകൾ ചില മക്കൾക്ക് വേണ്ടി അമേരിക്കയിൽ നിന്ന് വരെ ആഭരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലേ? അങ്ങനെ വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും മകളെ ഇരുത്തി നല്ല ഒരു ഉപദേശം, അല്ലേ? മാത്രമല്ല, നമ്മൾ ദാമ്പത്യം നയിച്ചവരാണല്ലോ. ഏതൊരു പിതാവും ഒരു ദാമ്പത്യം നയിക്കുന്ന ആളാണല്ലോ. അപ്പൊ അയാൾക്കറിയാം അയാളുടെ ഭാര്യയുടെ പെരുമാറ്റം എന്ത്, സ്വഭാവം എന്ത്, അയാൾ പ്രതീക്ഷിച്ചത് എത്ര ഉണ്ടായി, 40 ഉണ്ടായോ, 50 ഉണ്ടായോ, 60 ഉണ്ടായോ, ചിലത് 10% പോലും ഉണ്ടാവാതെ വരും, അല്ലേ? അങ്ങനെയൊക്കെ വരാം. അതൊരു പരീക്ഷണമാണ്. ദാമ്പത്യം എന്നത് തന്നെ ഒരു പരീക്ഷണമാണ്. അത് വിശുദ്ധ ഖുർആൻ പറയണ്ട, അതുവുല്ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് ഭാര്യമാരിൽ, ഇണകളിൽ എന്നാണ്. ഭർത്താവ് ഭാര്യക്കും ഭാര്യ ഭർത്താവിനും ശത്രുവായി തീരുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ ആ നിലയിൽ കാണണം എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് വരും. ആ നിലക്ക് അതിനെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്ന, മോളെ കോപിക്കരുത്, പരാതികൾ മാത്രം നിരത്തി വെക്കരുത്, എല്ലാറ്റിനും ഒരു സംതൃപ്തി കാണിക്കണം. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറഞ്ഞു, നീ സുർമ തേക്കണം, ഭർത്താവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സുഗന്ധം ഉപയോഗിക്കണം. പിന്നെയോ, വെള്ളം അതേറെ സൗന്ദര്യമുള്ളതാണ് എന്നാണ്. വെള്ളം അതേറെ സൗന്ദര്യമുള്ളതാണ്. എന്താ വർത്താനം? അതെന്താണ് വാക്ക്? എപ്പോഴും കുളിച്ച് ശുദ്ധിയാകണം എന്നാണ് ആ പറഞ്ഞത്. അപ്പൊ വൈകുന്നേരം വരെ ജോലി ചെയ്ത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വേർത്തൊലിച്ചുകൊണ്ടേയിരിക്കും. വളരെ ഉഷ്ണമാണ്. എവിടെയാണെങ്കിലും ഏത് സംവിധാനങ്ങളുള്ളിടത്തും ഹ്യൂമിഡിറ്റി വളരെ കൂടുതലുള്ള ഒരു അവസരമാണ്, വിങ്ങിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ അടുക്കളയിൽ ജോലി ചെയ്ത് വളരെയേറെ ക്ഷീണിച്ച് വിയർപ്പിന്റെ ഗന്ധമുള്ള ഒരവസ്ഥയിൽ ഭർത്താവിനെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഒരു പെണ്ണിനുണ്ടാകാൻ പാടില്ല. ഇസ്ലാം വളരെ ഗൗരവമായി കണ്ടിട്ടുള്ള കാര്യമാണത്, വളരെ ഗൗരവമായി കണ്ടിട്ടുള്ള കാര്യമാണ്. മഹാനായ പ്രവാചകന്റെ സഹാബി ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു നായിലയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ, കേട്ടോ, ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹു കൊല്ലുന്ന സമയത്ത് നായില എന്ന് പറയുന്ന ഭാര്യയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വീണ് വെട്ടേറ്റതും ഒരു കൈയുടെ പടം മുറിഞ്ഞു പോയതും ഒക്കെ. ഈ നായില എന്ന് പറയുന്ന മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ അവരുടെ പിതാവ് നൽകിയ ഉപദേശങ്ങളിൽ വളരെ പ്രധാനമായ ഉപദേശം ഇതായിരുന്നു, മോളെ, നീ ഖുറൈശി കുടുംബത്തിലേക്കാണ് പോണത്, നീ ഖുറൈശി തറവാട്ടിലേക്കാണ് പോണത്. നിന്റെ തറവാടും ഖുറൈശി തറവാടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മോളെ.
ഖുറൈശി തറവാട് എന്നത് വളരെയേറെ ശുദ്ധിക്കും വൃത്തിക്കും പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു കുടുംബമാണ്. അറബ് ജനതയിലെ ഏറ്റവും സംസ്കാരം കുറഞ്ഞ ആ കാലഘട്ടത്തിലെ അറബ് ജനത, ആ ജനതയിൽ ഏറ്റവും സമ്പന്നമായിരുന്ന എന്ന് പറഞ്ഞ ഖുറൈശി കുടുംബം, ആ ഖുറൈശി കുടുംബം വളരെയേറെ വൃത്തിയുള്ള ഒരു കുടുംബമാണ് മോളെ. അതുകൊണ്ട് സുർമക്കും വെള്ളത്തിനും നീ വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കണം, നീ അവരെ മുൻകടന്നു പോകണം. ഇതാണ് ഒരു പിതാവെന്ന നിലയിൽ വൃത്തിയുടെ ഭർത്താവിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ നിന്നിലുണ്ടാകേണ്ടത് എന്ന് പിന്നെ ഉപദേശിച്ചതായി ഉസ്മാൻ നഫാറുള്ളാന്റെ വിവാഹ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയായി വരുന്ന നായിലയോട് ഉപദേശിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവിടെയൊക്കെ തന്നെയും സഹാബികൾ, ഇത് ഞാൻ ഗൗരവമായി പറയുന്നതിനറിയോ, ഒരിക്കലും നമ്മൾ ഇസ്ലാമിക വിരുദ്ധമായ ഒരു രീതി ന്യായീകരണങ്ങളെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് കണ്ണൂർ സിറ്റിയിലും കോഴിക്കോടും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ സ്ത്രീയുടെ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് കല്യാണം കഴിഞ്ഞാലും ബാപ്പാന്റെയും ഉമ്മാന്റെയും കൂടെ താമസിക്കുന്ന ഒരു സാഹചര്യം, അത് ഇസ്ലാമികമല്ല. നിങ്ങൾ മനസ്സിലാക്കണം. വേറെ എന്ത് നമ്മൾ അതിനെ മാത്രം പറഞ്ഞാലും അത് ഇസ്ലാമികമല്ല. മനുഷ്യന്റെ ഇഹപര സൗഭാഗ്യങ്ങൾ മറ്റാരേക്കാളും അറിയുന്ന പടച്ചതമ്പുരാൻ അങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യായീകരണം സത്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, മഹാനായ ഒരു പിന്നെ അംബ്രംബിൽ ഹജർ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മകള് ഇയാസിനെ വിവാഹം കഴിച്ചു കൊടുത്തത് ഒരു രാജകുടുംബത്തിലേക്കായിരുന്നു. കിന്ദ രാജാവ് എന്ന് പറയുന്ന രാജാവായിരുന്നു ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്നത്. അന്ന് അവരുടെ മാതാവ് ഉമാമ വളരെ വളരെ പക്വതയോടുകൂടി മകളെ വിളിച്ചിട്ട് നൽകിയ ദീർഘമായ ഉപദേശം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതിൽ പറയുന്നത് വളരെ പ്രധാനമായ 10ഓളം ഉപദേശങ്ങൾ ആ സ്ത്രീ സ്വന്തം മകൾക്ക് നൽകുന്നുണ്ട്. അഥവാ ഇയാസിനെ വിളിച്ചുകൊണ്ട് ഒരു രാജകുടുംബത്തിലേക്ക് വിവാഹിതയായി പോകുന്ന പെൺകുട്ടിയെ വിളിച്ചിട്ട് മാതാവ് നൽകുന്ന ആ പ്രസംഗം അതാണ് ഞാൻ പറയുന്നത്. സെലഫുകളാണ് നമ്മുടെ മാതൃക. സെലഫ് സാലിഹ്യങ്ങളുടെ മാതൃക നാം പിന്തുടരേണ്ടതാണ് എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. ആ ഉദ്ദേശം അതാണ്. അവിടെ നമ്മൾ പുരുഷന്റെ വീട്ടിലേക്ക് സ്ത്രീയെ ആ കാര്യത്തിനാണ് ഞാൻ ഇമ്പോർട്ടന്റ് നൽകുന്ന ആ വിഷയത്തിൽ. അപ്പൊ അത് മുജാഹിദ് കുടുംബം സലഫി കുടുംബത്തിലൊന്നുണ്ട്. ഞങ്ങൾ സലഫികളാണ് എന്ന് പറഞ്ഞിട്ടും ഈ വിഷയം മാറ്റാൻ എന്തോ ഒരു മനപ്രയാസം. അള്ളാഹു റസൂൽ ഒരു കാര്യത്തിൽ ഒരു സംഗതി പറഞ്ഞാൽ, ഇസ്ലാമിക ചരിത്രം അതിന് തെളിവായാൽ, പിന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചൊറിച്ചിൽ ഉണ്ടാകാൻ പാടില്ല. ആ കാര്യത്തിൽ ഒരു കാരണവശാലും ഒരു ചൊറിച്ചിൽ ഉണ്ടാകാൻ പാടില്ല. ആ ഉപദേശത്തിൽ പ്രധാനമായി ഉമ്മ പറയുന്ന ഒരു കാര്യം ഇതാണ്, മോളെ, തീർച്ചയായും നിന്റെ ചുറ്റുപാട്, ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിന്റെ ചുറ്റുപാട് നിനക്ക് അന്യമല്ല. നിനക്ക് ശരിക്കറിയാവുന്ന ഒരു ചുറ്റുപാട്, നീ ഓടിക്കളിച്ച പരവതാനികൾ, നീ ഓടിക്കളിച്ച പൂങ്കാവനം, സമ്പന്നമായിരുന്ന ഒരു കുടുംബജീവിതം, ഇതെല്ലാം നീ ഇവിടെ ഉണ്ട്. എന്നിട്ട് ആ സ്ത്രീ ഉമ്മ പറയുന്നത്, ഉമാമ പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. മോളെ, ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ അള്ളാഹു ഒരു സ്ത്രീക്ക് വിധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, മോളെ, ഭർത്താവിന്റെ കൂടെ ഒരു സ്ത്രീക്ക് ജീവിതം അള്ളാഹു വിധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗഭാഗ്യം ഈ വീട്ടിൽ താമസിക്കലാണ്. അത്ര നല്ല രൂപത്തിൽ നിന്നെ ഞങ്ങൾ നോക്കുന്നുണ്ട്. എല്ലാ നിലക്കും നിന്നെ സ്നേഹിക്കുകയും എല്ലാ സൗകര്യങ്ങളും ഒരു മകൾക്ക് ചെയ്യാവുന്ന എല്ലാ സൗകര്യങ്ങളും നിനക്ക് നൽകുന്നുണ്ട്. പക്ഷെ പൊന്നുമോളെ, നീ ഭർത്താവ്, നീ പുരുഷനും ഒരു സ്ത്രീ, പുരുഷനും ഒരു പുരുഷൻ സ്ത്രീക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മോളെ, നീ നിന്റെ ഭർത്താവിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഇന്നലെയിൽ നിന്നുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് മാറി ഒരു പുതിയ ചുറ്റുപാടിലേക്ക് കടന്നു വരികയാണ്. ഇന്നലെ വരെ നിനക്ക് കൂട്ടില്ലാത്ത ഒരു പുതിയ കൂട്ടുകാരനെ നിനക്ക് ലഭിക്കാൻ പോവുകയാണ്. ഉണ്ടോ? ഒരു പുതിയ കൂട്ടുകാരനെ നിനക്ക് ലഭിക്കാൻ പോവുകയാണ്. ആ വീട്ടിലാണ് നീ താമസിക്കാൻ പോകുന്നത്. അതുകൊണ്ട് 10 പ്രധാനമായ കാര്യങ്ങൾ നീ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരവരെ ഉപദേശിക്കണം, മകളോട് പറയാൻ. ഒന്ന്, സംതൃപ്തിയോടുകൂടി നീ ഭർത്താവിന് കീഴടങ്ങണം. കിടപ്പറയിൽ ഒരു ഭർത്താവിന് സംതൃപ്തിയോടുകൂടി, പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി ഒരു ഭർത്താവിനെ കിടപ്പറയിൽ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ, ഞാനിത് പറയുന്നത് ദാമ്പത്യത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു വശം, ഒരു സ്ത്രീയെ ഭർത്താവ് ഇഷ്ടപ്പെടുന്നതിലെ ഏറ്റവും പ്രധാനമായ കലാപരമായ അതാണ്. ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കിടപ്പറയിൽ ഒരു രാത്രി കഴിച്ചുകൂട്ടുന്ന ഭാര്യാഭർത്താക്കന്മാരെ പറ്റി പറഞ്ഞപ്പോ നീതിമാനായ പടച്ച തമ്പുരാൻ നീതിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പോലും വളരെ ഗൗരവമായി ഭാര്യാഭർത്താക്കന്മാർ നാക്കാലികൾ ബന്ധപ്പെടുന്നത് പോലെ ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു, നല്ല സംസാരങ്ങൾ, ദാമ്പത്യത്തിന് കൂടുതൽ ഉന്മേഷം പകരുന്ന നല്ല വാക്കുകൾ, അത് പഞ്ചാര വാക്കുകൾ എന്ന് തന്നെയാണ് അതിന്റെ പ്രയോഗം. ആ വാക്കുകൾ, ചുടുചുംബനങ്ങൾ, സ്നേഹത്തിൻ്റെതായ തലോടലുകൾ,
എല്ലാ അർത്ഥത്തിലും ഒരു സ്ത്രീ ഭർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന, ഞാൻ പറഞ്ഞുവല്ലോ സുഗന്ധം പൂശാം സ്ത്രീക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. എവിടെ? അതിർവരമ്പുകൾ വെച്ചു. ഭർത്താവിന്റെ മുമ്പിൽ അവൾക്ക് സുഗന്ധം പൂശാം, യാതൊരു പ്രശ്നവും അതിലില്ല. പക്ഷെ പള്ളിയിൽ പോകുമ്പോൾ സുഗന്ധങ്ങൾ ഉണ്ടാകരുത്, അവൾ കുളിക്കണം എന്നാ പറഞ്ഞത്. ഭർത്താവിന്റെ മുമ്പിൽ അവൾ ആ നിലക്ക് ഒരുങ്ങണം എന്ന് പറഞ്ഞു. ഇന്ന് എത്ര ഭാര്യമാർ ആ കാര്യത്തിൽ ആലോചിക്കാറുണ്ട്? ഒരു ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് ആലോചിക്കാറുണ്ട്? ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ അത് അന്വേഷിക്കാറുണ്ടോ? നീ ഒരു വൃത്തിയെപ്പോലെ ഭർത്താവിന്റെ മുമ്പിലാകണം, എങ്കിൽ അദ്ദേഹത്തെ നിനക്കൊരു സേവകനായി കാണാമെന്നാണ് ഉമാമ പിന്നെ മകളെ ഉപദേശിക്കുന്നത്. മൂന്നാമതായി പറയുന്നത്, നീ ഭർത്താവിന്റെ ഭക്ഷണ സമയം കൃത്യമായി അറിയണം. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഭർത്താവിന് ഇഷ്ടം എന്ന് നീ അറിയണം. ഭർത്താവിന്റെ ഉറക്ക സമയം നീ കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ ഭർത്താവിന്റെ വീട് നീ നന്നായി സംരക്ഷിക്കണം. ഭർത്താവിന്റെ കണ്ണിന്റെ ഇഷ്ടവും ഭർത്താവിന്റെ മൂക്കിന്റെ ഇഷ്ടവും എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? ഭർത്താവിന് കണ്ണിന് ആനന്ദം നൽകുന്നത്, അവൾ നിന്നെ നോക്കിയാൽ നീ അവളെ സന്തോഷിപ്പിക്കണം, നീ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണം. അദ്ദേഹം നിന്നോട് കൽപ്പിച്ചാൽ നീ ആ കൽപ്പന അനുസരിക്കണം. എങ്കിൽ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന, അങ്ങനെയായ ഒരു സ്ത്രീ, ഭർത്താവിന്റെ തൃപ്തി ലഭിച്ച സ്ത്രീ, അവൾ സ്വർഗത്തിലാണ് എന്നാണ് പറയും. പിന്നെ പറയുന്നതോ, അദ്ദേഹത്തിന്റെ കണ്ണിൽ തിന്മയായ എന്തൊക്കെയുണ്ടോ അതെല്ലാം നീ വർജിക്കണം. അദ്ദേഹം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ധാർമ്മിക മൂല്യവും നിലവാരവും നീ കാത്തു സൂക്ഷിക്കണം എന്ന്. ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം എന്ന്. ഭർത്താവിന്റെ ഇംഗീതങ്ങളെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വളരെ ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതവുമായിരിക്കണം നീ നയിക്കേണ്ടത് എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഉമ്മു ആസിറ എന്ന് പറയുന്ന സലഫുസാലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠയായ ഒരു മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മകളെ വിവാഹരംഗത്ത് ഉപദേശിച്ചു. പൊന്നുമോളെ, തികച്ചും വ്യത്യസ്തമായ ഒരു കുടുംബത്തിലേക്കാണ് നീ ചെല്ലുന്നത്. നിന്റെ ഉമ്മയും ബാപ്പയും നിനക്ക് പ്രധാനപ്പെട്ടത് തന്നെ, പക്ഷെ അതിനേക്കാൾ ഇനിയുള്ള ജീവിതത്തിൽ നിനക്ക് ഏറ്റവും പ്രധാനം നിന്റെ ഭർത്താവാണ്. നിന്നെ വിവാഹം കഴിച്ചത് മുതൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പ്രാധാന്യം കുറയുകയും നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. നിന്റെ മാതാപിതാക്കൾ അല്പകാലം കഴിഞ്ഞാൽ മരിച്ചു പിരിയും, അപ്പോഴും നിന്നോടൊപ്പമുള്ളത് നിന്റെ ഭർത്താവാണ്. അതുകൊണ്ട് ഭർത്താവാണ് നിന്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള നിന്റെ പ്രധാനമായ വശം. ഇത് ചരിത്രത്തിലെ എല്ലാ രംഗത്തും, ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറി വരുമ്പോ അതിനുശേഷം മാതാവ് ഉപദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉമ്മു ആസിറ റളിയല്ലാഹു തആല പറയുന്ന മറ്റൊരു വാചകം ഇതാണ്: നിന്റെ ഭർത്താവിനെ കുറിച്ച് നീ പറയുന്ന ഏതൊരു മധുരമുള്ള വാക്കും അത് ഭർത്താവിന് സന്തോഷമുണ്ടാക്കുന്നതാണ്. മിക്കവാറും ഭാര്യമാർക്ക് ഭർത്താവിനെ പ്രശംസിച്ച് സംസാരിക്കാൻ അറിയില്ല. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് സംസാരിക്കുമ്പോൾ 100 നാവ് വരെ സംസാരിച്ചിരുന്ന റസൂലുള്ളാഹിനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കുന്ന പടുകളവിയായ ഖദീജയല്ലാതെ ദുനിയാവിൽ വേറൊരു പെണ്ണുമില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖദീജ എന്റെ എല്ലാമായിരുന്നു, ഖദീജ എന്റെ എല്ലാമായിരുന്നു. എന്താണ് അങ്ങനെ പറയാൻ? ഖദീജ ബീവി, ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ പറഞ്ഞുവല്ലോ ഒരിക്കൽ, ഒരു ഗുഹയിൽ ഒരാള് ഭാര്യയെ ഉപേക്ഷിച്ച് കുറച്ചു കാലം വെറുതെ ഇരിക്കുക, എന്തായിരിക്കും ഭാര്യമാരുടെ പ്രതികരണം? എന്നിട്ട് ആ ഭർത്താവ് പേടിച്ചു വീട്ടിലേക്ക് ഓടി വന്നിട്ട് പുതപ്പിട്ട് മൂടൂന്ന് പറയാ. ആ പറയുന്ന സമയത്ത് ഇന്നത്തെ കാലത്താണെങ്കിൽ നല്ലൊരു വിവാഹം കഴിച്ച് ഭാര്യയായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിട്ട് കിടപ്പറ ഉപയോഗിച്ച് ഗുഹയിൽ പോയി കിടക്കേണ്ട വല്ല കാര്യം നിങ്ങൾക്കുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണം എന്നായിരിക്കും മിക്ക ഭാര്യമാരുടെ ഈ കാലഘട്ടത്തിലെ പ്രതികരണം. പക്ഷെ പുതപ്പിട്ട് മൂടുക എന്ന് പറയേണ്ട താമസം ഭർത്താവ് കൽപ്പിക്കുന്നു, അതപ്പടി അനുസരിക്കുന്നു. എന്നിട്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിച്ചപ്പോ ആ ഭാര്യയുടെ വാക്ക്, അല്ലാഹുവാണ് സത്യം, അങ്ങേ അല്ലാഹു കൊയ്യുകയില്ല. കാരണം ആ ഭർത്താവിന്റെ മൂല്യത്തെ ഒരു ഭാര്യ തിരിച്ചറിയുന്നു. ഭർത്താവിന്റെ മൂല്യം, ഭർത്താവിന്റെ ക്വാളിറ്റി, ഭർത്താവിന്റെ ഗുണം മറ്റ് സ്ത്രീകൾക്ക് അവർ ഭാര്യമാരായി ഭരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇണകളായി ജീവിക്കുന്ന ഭർത്താക്കന്മാർക്കൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിൽ തന്നെ എത്രയോ ആളുകൾ ദാമ്പത്യ ജീവിതം നയിക്കുന്നുണ്ട്, പക്ഷെ തന്റെ ഭർത്താവിന്റെ ക്വാളിറ്റിയോട്, യോഗ്യതയോട്, ഗുണത്തോട് നിലവാരം പുലർത്തുന്ന ഒരു ഗുണം വേറൊരാൾക്കില്ല. അതുകൊണ്ട് അങ്ങ്, അതാണ് ഖദീജ ബീവിയുടെ വാക്ക്, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നു. അതൊരു വലിയ പ്രത്യേകത, അത് തിരിച്ചറിയാൻ കഴിയണം. പക്ഷേ കുടുംബബന്ധം ചേർക്കുന്നത് തന്നോടില്ലാത്ത അല്ലെങ്കിൽ തന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് എന്ന് നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരു സ്ത്രീക്ക് ഇത് പറയാൻ കഴിയില്ല. കാരണം അത് ഞാൻ പ്രത്യേകം പറയാം, സ്ത്രീകൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഒരു പുരുഷൻ ഭർത്താവാണ്, അത് നിങ്ങളുടേത് മാത്രമാണ്. പക്ഷെ അയാളും നിങ്ങളുടേത് മാത്രമല്ല.
അയാൾ ഒരു മാതാപിതാക്കളുടെ സ്നേഹസമ്പന്നനായ മകനാണ്, അനുജത്തിക്ക് അയാൾ സഹോദരനാണ്, അയൽവാസിക്ക് അയാൾ ഇന്നലെ വരെ വിവാഹിതനാകുന്നതിലൂടെ സഹായം ചെയ്തിരുന്ന ഒരു നല്ല അയൽവാസിയാണ്, ഒരു സംഘടനയിലെ നല്ലൊരു പ്രവർത്തകനാണ്. ആ നിലക്കെല്ലാം അയാളിൽ നിന്നുള്ള പങ്കാളിത്തം സമൂഹം ആവശ്യപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനെ പറ്റി ഖദീജ ബീവി പറയുന്നത്, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, അങ്ങ് സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളാണ്, കഷ്ടപ്പെടുന്നവന്റെ നൊമ്പരം കാണുന്ന ആളാണ്. അപ്പൊ ഭർത്താവിന്റെ ക്വാളിറ്റി തിരിച്ചറിയാൻ കഴിയുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിന്റെ കടമകൾ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വെള്ളിയാഴ്ച പറയും. സ്ത്രീകൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഭാര്യമാരെ സംബന്ധിച്ചാണ് ഞാൻ പറയും. അവിടെ നിങ്ങൾ നോക്കൂ, ഹുന്ന ലിബാസുൽ ലക്കും വ അൻതുൽ ലിബാസുൽ ലഹുന്ന. ഭാര്യ ഭർത്താവിന് വസ്ത്രമാണ്. അതുപോലെ തന്നെ മഹാനായ ഞാൻ നേരത്തെ പറഞ്ഞ ഉമാമ റളിയല്ലാഹു തആല മകളെ നൽകിയ മറ്റൊരു ഉപദേശം, ഒരു കാരണവശാലും ഭർത്താവിന്റെ ന്യൂനതകൾ മറ്റൊരാളുടെ മുമ്പിൽ നീ പറയരുത് എന്നാണ്. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആൻ ഈ പറയുന്ന ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 187 പല ഒരു നമ്മൾ കേട്ടതാണ്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതുൽ ലിബാസുൽ ലഹുന്ന. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വസ്ത്രമാണ്. വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രം ന്യൂനത മറച്ചു വെക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ന്യൂനതകളെ മറച്ചു വെക്കുകയും നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് വസ്ത്രം. അതുപോലെയാണ് ഒരു ഭാര്യ. നേരെ മറിച്ച് നമ്മൾ ഇവിടുന്ന് ഭാര്യയുടെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഭർത്താവിനില്ലാത്ത കുറ്റമില്ല, ഭർത്താവിന്റെ ഉമ്മാക്കില്ലാത്ത കുറ്റമില്ല, ഭർത്താവിന്റെ കുടുംബത്തിലില്ലാത്ത കുറ്റമില്ല. അതുപോലെ തന്നെയാണ് തിരിച്ചും. അത് ഞാൻ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് പറയും. അപ്പോൾ നമ്മൾ അതും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഭർത്താവിന്റെ ന്യൂനതകൾ മറച്ചു വെക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ പ്രത്യേകതയാണ്. ഹാഫിളാത്തുൻ ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഭർത്താവിന്റെ അഭാവത്തിൽ സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിക്കുന്നവളാണ് ഒരു നല്ല ഭാര്യ. നാളെ ആളുകളുടെ മുമ്പിൽ വിശ്വസ്തനായി എന്റെ ഭർത്താവ് എന്നെ ഏറ്റെടുത്തു, എന്നെ സംരക്ഷിച്ചു. ആ സംരക്ഷണ ചുമതല അപാരമായ എന്റെ ഭർത്താവ് എന്നെ വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നെ തനിച്ചാക്കി അദ്ദേഹം ജോലി സ്ഥലത്ത് പോയത്. അതുകൊണ്ട് ഞാൻ വഞ്ചിക്കാൻ പാടില്ല, ഞാൻ ചതിക്കാൻ പാടില്ല എന്ന ബോധം ഒരു സ്ത്രീക്കുണ്ടാകേണ്ടത്. ഇതാണ് ഇസ്ലാമീ രംഗത്ത്. അങ്ങനെ വന്നാൽ, ഭർത്താവിന്റെ ഇഷ്ടങ്ങളെ അറിഞ്ഞാൽ, ഭർത്താവ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രയാസത്തിൽ പങ്കുകൊണ്ടാൽ, പുഞ്ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ സ്വീകരിച്ചാൽ, എത്ര തന്നെ ഭർത്താവ് കോപാകുലനാണെങ്കിലും സാധാഗതിയിൽ ഭർത്താവ് കോപമായി നിൽക്കുന്ന സമയം തിരിച്ചറിയാൻ കഴിയും. ആ സമയത്ത് തൽക്കാലം ഉണ്ടാതിരുന്നാൽ മതി. ഒരല്പസമയം ഒന്ന് ശാന്തമാകുമ്പോ എന്താ ഉണ്ടായത്, എന്താ പ്രശ്നം പറയും, നമുക്ക് പരിഹരിക്കാം, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുന്ന ശൈലിക്ക് പകരം നേരെ തിരിച്ചാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ, എന്താ നിങ്ങളുടെ മുഖത്തിന് ഒരു കടന്നൽ കുത്തിയ ഭാവം, എന്തുണ്ടായി, എവിടെയാണ് പ്രശ്നം എന്നൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരു ഭർത്താവിൽ നിന്നുള്ള പ്രതികരണം നേരെ തിരിച്ചായിരിക്കും. ഖദീജ ബീവിയെ കുറിച്ച് നബി പറയുമ്പോൾ എല്ലാം ഓർക്കുന്നത് ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു മാതാവിന്റെ സ്ഥാനം. അതാണ് ഒരു മാതാവിനെ പോലെ പെരുമാറാൻ കഴിയുക സ്നേഹത്തിൽ. അതാണ് നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ സ്നേഹത്തിന്റെ പരിധിയല്ലേ ഞാൻ പറയും. ആ നിലയിൽ എല്ലാ അർത്ഥത്തിലും ഭർത്താവിന്റെ തണലാകാൻ, ബിസിനസ്സിൽ സഹായിക്കാൻ, രേഖകളിൽ സഹായിക്കാൻ, ഭർത്താവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ, ഭർത്താവിന്റെ ഡ്രസ്സുകൾ എടുത്തു വെക്കുന്നതിൽ, അതെല്ലാം അതിലൊരു അയൺ ചെയ്യുന്നിടത്ത് പോലും ഭർത്താവിന്റെ സംതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഭക്ഷണം പാകം ചെയ്യുന്നതിലും അത് കൊണ്ടുവെക്കുന്നതിലും അതിലെ കലാപരമായ കാര്യങ്ങളിലും അത് ശ്രദ്ധിക്കുന്നതിലും ഭർത്താവിന്റെ ഇഷ്ടങ്ങളെ അന്വേഷിക്കുന്നതിലും ആ ഇഷ്ടത്തിനൊത്ത് കാര്യങ്ങളെ നീക്കുന്നതിലും എല്ലാം ഒരു സ്ത്രീക്ക് വളരെയേറെ ആ ദാമ്പത്യം വളരെ ധന്യവുമായിരിക്കും എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദാമ്പത്യം ഇന്ന് വളരെയേറെ ശിഥിലമായി കൊണ്ടിരിക്കുന്ന രംഗത്ത് നിങ്ങൾക്കറിയാലോ, വലിയ ഒരു ഇന്ത്യയിൽ അറിയപ്പെട്ട ഒരു രാഷ്ട്ര നേതാവ് എടുത്ത കാലത്ത് വെടികൊണ്ട് മരിച്ചു അനുജന്റെ. അതിന്റെ പിന്നിലും കുടുംബ വഴക്കിന്റെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അറിഞ്ഞിടത്തോളമുള്ള അന്വേഷണങ്ങളെല്ലാം കുടുംബത്തിലെ പ്രശ്നങ്ങളായിരുന്നു എന്ന തെറ്റിദ്ധാരണകളും സംശയങ്ങളുമാണ് 4 വെടിയുണ്ടകളിൽ അതെല്ലാം അവസാനിക്കുന്നത്. ഏത് ബുദ്ധിജീവികൾക്കിടയിലും ആൽബർട്ട് ഐൻസ്റ്റീന്റെ ദാമ്പത്യ ജീവിതം അമ്പേ പരാജയമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എത്ര ഉയർന്ന ശാസ്ത്രകാരനായിട്ടും കാര്യമില്ല, ഉന്നതമായ ഇസ്ലാമിക ബോധമല്ലാതെ, പടച്ചവനെ കുറിച്ചുള്ള പേടിയല്ലാതെ ഈ രംഗത്ത്. അതുകൊണ്ടാണല്ലോ മുമ്പ് ഞാനൊരിക്കൽ കഴിഞ്ഞ നമ്മുടെ സ്ത്രീധന വിവാഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അതിന്റെ ഹറാമുകളെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മതബോധമുള്ള ഒരു പുരുഷനാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഭാര്യയുടെ പേരിൽ അദ്ദേഹം സംതൃപ്തനല്ലെങ്കിലും അതിക്രമം കാണിക്കുകയില്ല എന്ന് പറഞ്ഞത് ഈ പോയിന്റിലാണ്. അതുകൊണ്ട് ഇസ്ലാമികമായ ബോധം ഈ രംഗത്ത് വളരെ കൃത്യമായി ഉണ്ടാകണം. നമ്മുടെ കുട്ടികൾക്ക് വിവാഹപ്രായത്തും മഹല്ലടിസ്ഥാനത്തിൽ ചില സംവിധാനങ്ങൾ ആ രംഗത്തൊക്കെ ഉണ്ടാകണം. ക്രൈസ്തവ സമൂഹത്തിലൊക്കെ ഇതുണ്ട്.
നമുക്ക് അത് മുൻകൂട്ടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് പ്രാവർത്തികമാക്കുന്നില്ല എന്നതാണ്. ആ രംഗത്ത് വിവാഹിതരാകാൻ പോകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആ മഹലിലെ ഉസ്താദിനെ വിളിപ്പിച്ചിട്ട് നമുക്ക് പറയാൻ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ഇസ്ലാമിക ബോധമുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ശ്രദ്ധിക്കണം. അവിടുത്തെ തകരാറുകളാണ്. എത്ര വലിയ സ്വർണ്ണാഭരണം ഉണ്ടായിട്ടും കാര്യമില്ല, എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. 300 പവനും 3 ലക്ഷം റുപ്യയും കൊടുത്തിട്ടും പൊന്നാനിക്കാരനൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. എന്താ? സമ്പത്ത് കൊണ്ടൊന്നല്ലേ ഇതൊന്നും നേടണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിന്റെ സമാധാനവും പെരുമാറ്റവും രൂപവും രീതിയും എല്ലാമാണ് ജീവിതത്തിന്റെ വിജയം. അതിന് പങ്കാളികൾ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പങ്കാളികൾ എന്ന് പറയുന്നത് അത് ഇസ്ലാമിക ബോധമുള്ളത് തന്നെയാകണം എന്ന കാര്യത്തിൽ ഗൗരവമായ ഒരു പഠനം ആവശ്യമാണ്. ഇല്ലെങ്കിൽ വരും കാലങ്ങളിൽ കുടുംബം എന്നും തല്ലിപ്പിരിയലിലും ആത്മഹത്യകളിലും കൊലപാതകങ്ങളിലും സംശയങ്ങളിലും വെടിവെപ്പുകളിലുമൊക്കെയായി കലാശിക്കുന്നു മനസ്സിലാക്കണം. സർവാധിനാഥനായ റബ്ബ് ആ രംഗത്ത് വിശാലമായ വീക്ഷണം വെച്ച് പുലർത്തുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, സമൂഹത്തിൽ വ്യാപകമായി തിന്മകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതങ്ങളെപ്പോലും ബലാത്സംഗം ചെയ്യുന്ന, തൻ്റെ ഇംഗീതത്തിനൊത്ത് സുവർഗരതിക്ക് വിധേയമാകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കഴുത്തറുത്ത് കൊന്ന കണ്ണൂരിലെ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ, ഇതെല്ലാം നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു. കുടുംബാന്തരീക്ഷം വളരെ മോശമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. സഹോദരങ്ങളെ, ടിവിയും ഇന്റർനെറ്റ് കണക്ഷനും എല്ലാം ആധുനിക ലോകത്ത് അത്യാവശ്യമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നോട് നിങ്ങൾക്ക് വിരോധം തോന്നരുത്. പക്ഷേ അതിലെല്ലാം അനിസ്ലാമികതകളാണ് ധാരാളമായി കടന്നു വരുന്നത് എന്നതൊരു സത്യമാണ്. ഏത് മാധ്യമത്തെയും ഇസ്ലാമികമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് അത്ര തന്നെ മെച്ചമുള്ള കാര്യമാണ്. പക്ഷെ എന്തോ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ മീഡിയകളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് നാം ഒരുക്കി വെച്ചിട്ടുള്ള സ്വകാര്യ റൂമുകളിൽ അവരെന്തെല്ലാം കാണുന്നു, എന്തെല്ലാം കേൾക്കുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു കണക്കെടുപ്പ് ആവശ്യമാണ്. അല്ലെങ്കിൽ വമ്പിച്ച ദുരന്തമായിരിക്കും ഈ രംഗത്ത് എന്ന് നമ്മൾ അറിയുക. പലപ്പോഴും പല വിഷയങ്ങളും ഞാൻ ഈ മിമ്പറിൽ പ്രഷർ കയറിക്കൊണ്ട് പറയാറുണ്ട് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. എന്തുകൊണ്ടാണ് പലപ്പോഴും അതൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി എനിക്കതിനുള്ളൂ. ഇതെല്ലാം ഗൗരവമായി കാണുന്ന ഒരു മനസ്സ് പടച്ചോൻ നമുക്ക് തന്നതുകൊണ്ടാണ് എന്നാണ് ഞാൻ അതിനെ സംബന്ധിച്ച് പറയാ. നിങ്ങൾ കണ്ടോ, കഴിഞ്ഞ ഇന്നലെ ഉണ്ടായ ഒരു സംഭവം ഹൈന്ദവ സമൂഹത്തെ ബാധിക്കുന്ന ഒരു സംഭവം മാത്രമല്ല അത്. തൃശ്ശൂര് പൂരത്തിന്റെ മുമ്പ് പൊട്ടിയ പൂരം. ഞാൻ കഴിഞ്ഞ 2 വെള്ളിയാഴ്ച മുമ്പ് വളരെ ഗൗരവമായി പറഞ്ഞ ഒരാളിനോട് വളരെ വികാരഭരിതമായി ചോദിച്ചു, നിങ്ങൾ പറയുന്ന അതേ വികാരത്തോടു കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, എന്താ ചെയ്യുക, എന്താ നമ്മൾ ചെയ്യുക? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വലിയ വലിയ കുമ്പളങ്ങ പോലുള്ള കഠിനവടികളാണ് കൊണ്ടുവന്നിട്ട് പൊട്ടിയിട്ട് മനുഷ്യന്റെ ശരീരം ഛിന്ന ഭിന്നമായി പോവുക. ഇവിടെ അമുസ്ലിങ്ങളില്ല ഈ പ്രസംഗം കേൾക്കുന്നതിൽ. പക്ഷെ അമുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, കിട്ടുന്ന എല്ലാ വേദികളിലും പച്ചയായി പറയാറുണ്ട്. ആര് പറഞ്ഞു? ഏത് മതത്തിന്റെ അന്തസാരമാണ് ഈ തോന്നിയാസത്തിനൊക്കെ പറഞ്ഞത്? ഇതൊക്കെ ആളുകൾക്ക് സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്, പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്. ആകാശത്ത് ഇത് കുടുകുടൊന്നും പൊട്ടിയിട്ട് എന്താ മനുഷ്യന് കാര്യം? മനുഷ്യനത് തിന്നാൻ തരുമോ? മനുഷ്യനത് സംസ്കാരം പകരുമോ? എല്ലാ വർഷവും നിങ്ങൾ നോക്കൂ, ഇസ്ലാം അല്ലാത്ത മതം പഠിപ്പിക്കാത്ത എന്തൊരു ഒരാചാരം ആര് നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്, അവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനിസ്ലാമികമായി എന്തെവിടെ നടന്നിട്ടുണ്ടോ ആന എഴുന്നള്ളത്ത്, ആന ചവിട്ടി മരിക്കുക, എന്നിട്ട് പടക്കശാലകൾ കത്തി നശിച്ചിട്ട് ശരീരം പെറുക്കിയെടുക്കാൻ ഒന്ന് കാണാൻ പോലും, ഒന്ന് കണ്ണു തുറന്ന് കാണാൻ പോലും പറ്റാത്ത വിധം മനസ്സ് മരവിച്ചു പോകുമാറ് ശരീരം ഛിന്ന ഭിന്നമായി പൊട്ടിത്തെറിക്കുക. ഇതൊക്കെ എന്ത് മതാചാരമാണ്? നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളോട് ചോദിക്കുക, ഇതൊക്കെ എന്താണ്? ഏത് ഗ്രന്ഥമാണ് ഇതൊക്കെ പറഞ്ഞത്? എത്ര കുടുംബത്തിന്റെ താണികളായി തീരേണ്ട മനുഷ്യന്മാരാ
പൊട്ടിത്തെറിച്ച് ഇനി എന്തൊക്കെ നടക്കാൻ പോണത്? എന്താ അതൊക്കെ? അന്തരീക്ഷത്തെ 2 മിനിറ്റ് ബാങ്ക് കൊടുത്താൽ അതിനെ വർഗീയമായി കാണുന്ന പലരും അല്ലേ, മണിക്കൂറുകളോളം ദിവസങ്ങളോളം ആകാശത്ത് ആകെ ബഹളമയമായി അവിടെ പൊട്ടിയും ഇവിടെ പൊട്ടിയും അവിടെ തെറിച്ചും ഇവിടെ തെറിച്ചും അപകടങ്ങളുണ്ടായും പല സ്ഥലങ്ങളും കത്തി നശിച്ചും. ഇതൊന്നും മതമല്ല. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു സ്ഥലത്ത് ഒരു പൊതുപ്രഭാഷണം കഴിഞ്ഞപ്പോ മുസ്ലിങ്ങൾ വീട് വീടാന്തരം കയറി, ഏത് ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത വീട് വീടാന്തരം കയറി അമുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുക. കണ്ടോ, നിങ്ങളുടെ ദൈവത്തെ കുറ്റം പറഞ്ഞു, നിങ്ങൾ ആചാരത്തെ കുറ്റം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കണം എന്ന് ഇവിടുത്തെ സുന്നി പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ വീട് വീടാന്തരം കയറി സംസാരിക്കുക ഒരു സ്ഥലത്ത്. എന്നിട്ട് പിറ്റേത്തെ ആഴ്ചയിൽ നമ്മൾ പ്രസംഗത്തിന് വരുമ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കാൻ ആ മുസ്ലിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാം ലോക മനുഷ്യരുടെ മോചന മതമാണ്. ലോകത്ത് മനുഷ്യർ കാണിക്കുന്ന ഏത് തെമ്മാടിത്തത്തിനെതിരെയും ഒരു സാക്ഷാൽ വിശ്വാസി ശബ്ദിക്കണം എന്നുള്ളതാണ് അതിന്റെ നമ്മളെയൊക്കെ നയിക്കുന്ന. വ്യക്തിപരമായി ഞാൻ പറയാം, ജാതീയത, വർഗീയത അല്ലെങ്കിൽ മതം എന്ന സങ്കുചിതമായ ഒരു കാഴ്ചപ്പാട് അതൊരിക്കലും കടന്നു വരരുത് എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പ്രസംഗങ്ങൾ മതാതീതമായ അല്ലെങ്കിൽ ജാതി പലപ്പോഴും വർഗീയതയാണെന്ന് തോന്നുന്ന വിധത്തിൽ നമ്മുടെ സംസാരം വരാറുണ്ട്. അത് സത്യത്തിൽ മതാതീതമായ സ്നേഹത്തിന്റെ പൊരുൾ തന്നെയാണ്. സാക്ഷാൽ മതത്തിന്റെ പൊരുൾ അതാണ്. എല്ലാവർക്കും വേണ്ടിയുള്ളൊരു മതം. മനുഷ്യരനുഭവിക്കുന്ന ദുരന്തത്തിൽ മുസ്ലിങ്ങൾ രക്ഷപ്പെടണ്ടേ? ഈ തിന്മയിൽ നിന്ന് മനുഷ്യർ രക്ഷപ്പെടണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, 1000 ഉറുപ്പിന്റെ നോട്ട് പച്ചയായി കീറാൻ ആരെങ്കിലും ശ്രമിക്കുമോ? അതിന് തുല്യമല്ലേ കോടിക്കണക്കിന് ഉറുപ്പില്ലേ ഈ പൊട്ടിച്ചു കളയുന്നത്? എത്ര മനുഷ്യന്റെ ശരീരമാണ് ചിന്ന ഭിന്നമാകുന്നത്? ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ബന്ധപ്പെട്ടവരൊക്കെ അറിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊക്കെ പലരായിട്ട് കണക്ഷൻ ഉണ്ടാവും. അമുസ്ലിങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കണം, എന്താ ഇത്, ഏത് മതാചാരനാണെന്ന് പഠിപ്പിച്ചത്, ഏത് മതഗ്രന്ഥത്തിലാണതുള്ളത്, ഇതെന്തിന്റെ ഭാഗമായി കടന്നു വന്നതാണ്? ഇതുകൊണ്ടുള്ള ദുരന്തങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കാൻ. സഹോദരന്മാരെ, അതിനാൽ ഓരോ ദിവസവും സങ്കടകരമായ കണ്ണീരുള്ള, ഇന്ന് ഇതൊന്നും വാർത്തകളല്ലാതായി തീർന്നു. ഒരു തരം മരവിപ്പാണ് എല്ലാ രംഗത്തും മനുഷ്യർക്ക്. എന്ത് കേട്ടാലും മരവിപ്പ്, പ്രതികരണമില്ലാത്ത. ഞാൻ എന്തിനു പ്രതികരിക്കണം? ഒന്നെനിക്കതിന് പറയാനുള്ളൂ, സമൂഹം നന്നാവുന്നൊന്നും വല്ലാണ്ട് വിചാരിക്കൊന്നും വേണ്ട. പക്ഷേ കാലു മഅദിറത്തൻ ഇലാ റബ്ബിക്കും, പടച്ചവന്റെ അടുത്ത് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം തെളിയിക്കാൻ, നാഥാ ഞാനിതൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയാൻ, അതിനു വേണ്ടിയാ, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാ. അതുകൊണ്ട് സമൂഹത്തിലെ തിന്മകൾ കാണുമ്പോൾ മിണ്ടാതിരിക്കണ്ട, ശക്തമായി പ്രതികരിച്ചോളൂ, ഉപദേശിച്ചോളൂ, നിർദ്ദേശിച്ചോളൂ. ഞാൻ ദാമ്പത്യ ജീവിതത്തെ പറ്റിയാണല്ലോ പറഞ്ഞു വന്നത്. സ്ത്രീകളെ, അള്ളാഹു അപാരമായ അനുഗ്രഹത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മ, ഇണകളായി സൃഷ്ടിക്കപ്പെട്ടു. നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചത് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവരിലേക്ക് സമാധാനമടയാനാണ്. ഒരു ഭാര്യ ഭർത്താവിന് പൂർണ്ണമായ സമാധാനമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നാ എനിക്ക് സമാധാനമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ എന്തോടോ നീ വീട്ടിൽ പോവാത്തത്, രാത്രി 12 മണിയായല്ലോ, ഭാര്യയും കുട്ടികളും ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അവർ ഉറങ്ങിയിട്ട് ചെല്ലാന്ന് കരുതിയാണ്. എന്നാൽ എന്താ പറഞ്ഞതിന്റെ പൊരുള്? ഒരു സ്വൈര്യവും കൊടുക്കില്ല, ശല്യം, ബുദ്ധിമുട്ട്, ഒരു സന്തോഷവും ഇല്ല. അത്തരൊരവസ്ഥ സ്ത്രീകളെ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകാൻ പാടില്ല. ഇൻഷാ അള്ളാ ഭർത്താക്കന്മാരുടെ കടമകൾ എന്താണ് എന്നുകൂടെ ഇതിന്റെ ബാക്കി ഭാഗങ്ങളോട് ഇൻഷാ അള്ളാ അടുത്ത വെള്ളിയാഴ്ച വിശദീകരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മളെല്ലാം കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. എല്ലാറ്റിനെക്കുറിച്ചും പക്വതയാർന്ന ഒരു ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. സർവാധിനാഥനായ റബ്ബ് അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.